വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ മധൂസ് ഫിഷ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചാലോ? ലെറ്റ് us റീഡ്. നമുക്കൊന്ന് വായിക്കാം. മധു ലവ്ഡ് ഫുഡ്. മധു ആഹാരം ഇഷ്ടപ്പെട്ടിരുന്നു. ഹി ലവ്ഡ് ഫുഡ്. He always wanted to eat different kinds of food. അവനെപ്പോഴും പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കണമായിരുന്നു. He always wanted to eat different kinds of foods. അവനെപ്പോഴും പലതരത്തിലുള്ള ആഹാരപദാർത്ഥങ്ങൾ കഴിക്കണമായിരുന്നു. ആൻഡ് സ്നാക്സ്, അതുപോലെ സ്നാക്സും. He always wanted to eat different kinds of food and snacks. അവന് പലതരത്തിലുള്ള ഫുഡും സ്നാക്സും ഒക്കെ കഴിക്കണമായിരുന്നു. സ്നാക്സ് എന്താണ്? പ്രധാന ഭക്ഷണത്തിനിടയ്ക്കൊക്കെ കഴിക്കുന്ന ചെറിയ ഭക്ഷണങ്ങളെയാണ് നമ്മളിങ്ങനെ സ്നാക്സ് എന്ന് പറയുന്നത്, കേട്ടോ. ഹി വാസ് നെവർ ടയർഡ് ഓഫ് ഈറ്റിംഗ്. ഫുഡ് കഴിക്കുന്നതിൽ, ആഹാരം കഴിക്കുന്നതിൽ അവന് യാതൊരു മടുപ്പും തോന്നിയിട്ടില്ലായിരുന്നു. ഹി വാസ് നെവർ ടയർഡ് ഓഫ് ഈറ്റിംഗ്. എവറി ഡേ അറ്റ് നൂൺ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. ഹി വുഡ് സിറ്റ് അണ്ടർ എ ബനിയൻ ട്രീ ആൻഡ് ഈറ്റ് ഹിസ് ലഞ്ച്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പേരാൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവൻ്റെ ലഞ്ച് കഴിക്കുമായിരുന്നു. അവൻ്റെ ഉച്ചഭക്ഷണം അവൻ കഴിക്കുന്ന അവിടെ ഇരുന്നുണ്ടാവും. വൺ ഡേ, ഒരു ദിവസം, ഹി വാസ് ഈറ്റിംഗ്, അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൻ ഓൾഡ് മാൻ കെയിം. ഒരു പ്രായം ചെന്ന മനുഷ്യൻ വന്നു. എപ്പോഴാണ് അദ്ദേഹം വന്നത്? അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് പേരാൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് അദ്ദേഹം വന്നത്, കേട്ടോ. മധു ഫെൽറ്റ് സോറി ഫോർ ഹിം. മധുവിന് അദ്ദേഹത്തെ കണ്ടപ്പം വലിയ ദുഃഖം തോന്നി. ഹീ ഫെൽറ്റ് സോറി ഫോർ ഹിം. ഹീ ഫെൽറ്റ് സോറി ഫോർ ഹിം ആൻഡ് ഷെയർഡ് ഹിസ് ഫുഡ് വിത്ത് ഹിം. ദുഃഖം തോന്നിയത് മാത്രമല്ല, അവൻ്റെ ഫുഡ് പങ്കുവച്ചു. അവൻ്റെ ഫുഡ് അദ്ദേഹവുമായി പങ്കുവച്ചു. ആൻഡ് ഷെയർഡ് ഹിസ് ഫുഡ് വിത്ത് ഹിം. ദ ഓൾഡ് മാൻ വാസ് സോ ഹാപ്പി. ആ പ്രായം ചെന്ന വല്യപ്പനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ദ ഓൾഡ് മാൻ വാസ് വെരി ഹാപ്പി. സോ ഹാപ്പി മീൻസ് വെരി ഹാപ്പി. ദാറ്റ് ആസ് ഹി വാസ് ലീവിങ്, അതുകൊണ്ട് എന്ത് പറ്റി? അയാൾ പോകാൻ നേരത്തെ ആസ് ഹി വാസ് ലീവിങ് ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞെ, യു ഹാവ് ബീൻ സോ കൈൻഡ്. നീ വളരെ ദയുള്ളവനാണ്. ഇൻ റിട്ടേൺ, അതിൻ്റെ പ്രതിഫലമായിട്ടേ, യു ക്യാൻ വിഷ് ഫോർ എനിത്തിങ് ഫ്രം ദിസ് ട്രീ. ഈ മരത്തിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? യു ക്യാൻ വിഷ്, എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. യു ക്യാൻ വിഷ് ഫോർ എനിത്തിങ് ഫ്രം ദിസ് ട്രീ ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രാൻറ്റഡ്. നീ ആഗ്രഹിക്കുന്നത് ആ മരം നിനക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞു. മധു ഫെൽറ്റ് വെരി ഹാപ്പി. മധുവിന് വലിയ സന്തോഷം തോന്നി. ഹീ ഫെൽറ്റ് വെരി ഹാപ്പി. അവന് വളരെ സന്തോഷം തോന്നി. വാട്ട് ഡു യു തിങ്ക് മധു വിൽ ഡു നൗ? മധു ഇപ്പം എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് ഡു യു തിങ്ക് മധു വിൽ ഡു? മധു എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹീ തോട്ട്സ്, അവൻ വിചാരിച്ചു, ഐ ക്യാൻ ആസ്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്. ഐ ക്യാൻ ആസ്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്. എനിക്ക് പലതരത്തിലുള്ള ഫുഡുകൾ അവനോട് ചോദിക്കാൻ പറ്റും. ആൻഡ് എൻജോയ് ദം ഫോർ എവർ. അങ്ങനെ ആകുമ്പോഴേ എനിക്കെപ്പോഴും ആസ്വദിക്കാൻ പറ്റും ഫുഡ്, അല്ലേ? ആൻഡ് എൻജോയ് ദം ഫോർ എവർ. എപ്പോഴും എനിക്ക് ഫുഡ് ആസ്വദിക്കാൻ പറ്റും. ഹി സാറ്റ് ദെയർ ആൻഡ് ക്ലോസ് ഹിസ് ഐസ് സെറ്റ്. അവൻ അവിടെ ഇരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു, ഓ ട്രീ, ഓ വൃക്ഷമേ, ലെറ്റ് മീ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്. എനിക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ തന്നാലും. നത്തിങ് എൽസ്, വേറെ ഒന്നും വേണ്ട. അപ്പം എന്താ ചോദിച്ചത്? അവന് പലതരത്തിലുള്ള ഫുഡൊക്കെ തരണം പറഞ്ഞത്. ആരോട് പറഞ്ഞത്? വൃക്ഷത്തോട് പറഞ്ഞു. നത്തിങ് എൽസ്, വേറെ ഒന്നും വേണ്ട. ഹീ ഹേർഡ് എ വോയിസ് ഫ്രം ദ ട്രീ. അവൻ ആ മരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഹീ ഹേർഡ് എ വോയിസ് ഫ്രം ദ ട്രീ. ആ മരത്തിൽ നിന്നൊരു ശബ്ദം അവൻ കേട്ടു. യു ഡോണ്ട് വോണ്ട് എനിത്തിങ് എൽസ്. നിനക്ക് വേറൊന്നും വേണ്ടേ? യു ഡോണ്ട് വോണ്ട് എനിത്തിങ് എൽസ്. നിനക്ക് വേറൊന്നും വേണ്ടേ എന്നൊരു ചോദ്യം കേട്ടു. തിങ്ക് ഇറ്റ് ഓവർ. വീണ്ടും ആലോചിക്കൂ. വിതൗട്ട് തിങ്കിങ് മധു സെറ്റ്സ്.
വീണ്ടും ആലോചിക്കാതെ മധു പറഞ്ഞു, നത്തിങ് എൽസ്, വേറൊന്നും വേണ്ട. ഫസ്റ്റ് ഈ ആസ്റ്റ് ഫോർ ലഡ്ഡൂസ്, ആദ്യം അവൻ ലഡ്ഡു ഒക്കെ ചോദിച്ചു. അറ്റ് വൺസ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ലഡ്ഡൂസ് അപ്പിയർഡ്. അപ്പോഴെന്ത് പറ്റി? എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ലഡ്ഡു, ഒരു കുട്ട നിറയെ ലഡ്ഡു. അപ്പിയർഡ് മീൻസ് പ്രത്യക്ഷപ്പെട്ടു, കാണപ്പെട്ടു. പെട്ടെന്ന് ഒരു ബാസ്ക്കറ്റ് നിറയെ ലഡ്ഡു കാണപ്പെട്ടു. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ? ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹീ ഹാപ്പിലി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഇറ്റ്. അവൻ സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം, അല്പം കഴിഞ്ഞിട്ട്, ഹീ ഗോട്ട് ബോർഡ്. അല്പം കഴിഞ്ഞപ്പോഴേ അവൻ അങ്ങ് മുഷിഞ്ഞു, അവനൊരു മുഷിച്ചിൽ തോന്നി. ദെൻ ഹീ തോട്ട് ഓഫ് കളർഫുൾ ഫ്രൂട്ട്സ്. പിന്നീട് അവൻ എന്ത് ചെയ്തു? അപ്പോഴവന് ഹി തോട്ട് ഓഫ് കളർഫുൾ ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള നിറവൈവിധ്യമുള്ള പഴങ്ങളെ ഓർത്തു. ഹി തോട്ട് ഓഫ് കളർഫുൾ ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള പഴങ്ങളെ ഓർത്തു, പല നിറത്തിലുള്ള പഴങ്ങളെ ഓർത്തു. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഫ്രൂട്ട് ഇൻ ബാസ്ക്കറ്റ്സ് അപ്പിയർഡ്. അപ്പോൾ എന്ത് പറ്റി? ബാസ്ക്കറ്റിലെ ഫ്രൂട്ട്സ് പ്രത്യക്ഷപ്പെട്ടു. ഹീ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ദം. അവനത് കഴിക്കാൻ തുടങ്ങി. ദർ വെർ ഗ്രേപ്സ്, എന്തെല്ലാം ഉണ്ടായിരുന്നത്? There were grapes, mangoes, apples, bananas, jackfruit, melons, guavas, oranges and many more. ഒരുപാട് സാധനങ്ങൾ. എന്തൊക്കെയുണ്ടായിരുന്നത്? ഗ്രേപ്സ് ഉണ്ട്, മുന്തിരിങ്ങ. മാംഗോസ്, മാങ്ങ. ആപ്പിൾ, അത് നിങ്ങൾക്കറിയാമല്ലോ, ആപ്പിളൊക്കെ തന്നെ. ബനാനാസ്, ഏത്തപ്പഴം. ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം. പിന്നെയോ മെലണുണ്ട്, ഗുവാവയുണ്ട്, ഓറഞ്ച് ആർ മെനി മോർ. അങ്ങനെ വളരെയധികം, വേറെ പലതും ഉണ്ടായിരുന്നേ, മെനി മോർ. ദെൻ ഹീ ഗോട്ട് ബോർഡ് ഈറ്റിംഗ് ഓൺലി ഫ്രൂട്ട്സ്. പഴം മാത്രം കഴിച്ചവന് ബോറടിച്ചു. ഹീ ഗോട്ട് ബോർഡ് ഈറ്റിംഗ് ഓൺലി ഫ്രൂട്ട്സ്. പഴങ്ങൾ മാത്രം തിന്നവൻ ബോറടിച്ചു. അവന് എന്തുണ്ടായി? മുഷിച്ചിട്ട് തോന്നി. ഹീ ആസ്ഡ് ഫോർ സേവറീസ്. അവൻ സേവറീസ് ആവശ്യപ്പെട്ടു. എന്താണ് ഈ സേവറീസ്? സേവറീസ് എന്ന് പറഞ്ഞാൽ രുചിയും മണവും ഒക്കെയുള്ള ആഹാരപദാർത്ഥങ്ങളെ. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്രി, സമോസാസ്, കച്ചോരി, പൊട്ടറ്റോ ചിപ്സ് ആൻഡ് വട അപ്പിയർഡ് ഇൻ ഹ്യൂജ് ബാസ്ക്കറ്റ്. വലിയൊരു ബാസ്ക്കറ്റിൻ്റെ അകത്ത് അവൻ ആവശ്യപ്പെട്ടപ്പോൾ സേവറീസൊക്കെ വന്നു. എന്തൊക്കെയാണ് വന്നത്? കച്ചോരിയുണ്ട്, മാത്രിയുണ്ട്, സമോസയുണ്ട്, പൊട്ടറ്റോ ചിപ്സ്, വട, അതെല്ലാം വലിയ ഹ്യൂജ് ബാസ്ക്കറ്റ് വന്നു. അപ്പിയർഡ് ഇൻ ഹ്യൂജ് ബാസ്ക്കറ്റ്. കണ്ടില്ലേ, വലിയൊരു കുട്ടകത്ത്. ഹി ഹാപ്പിലി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ദം. അവനത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. ഹി ഹാപ്പിലി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ദം. അവനത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. ആസ് ഹി വാസ് ഈറ്റിംഗ്, അവനങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ഹി സഡൻലി ഗോട്ട് ഹിക്കപ്സ്. അവന് പെട്ടെന്ന് ഹിക്കിളുണ്ടായി. ഹിക്കപ്പ് മീൻസ് എക്കിൾ. ഹി സഡൻലി ഗോട്ട് ഹിക്കപ്സ്. അവന് പെട്ടെന്ന് എക്കിളുണ്ടായി. ഹി സഡൻലി ഗോട്ട് ഹിക്കപ്സ്. ഹി വാണ്ടഡ് വാട്ടർ. അവന് വെള്ളം വേണമായിരുന്നു. ഹേ ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റും നോക്കി. ദർ വാസ് ഫുഡ് എവരിവെയർ ബട്ട് നോ വാട്ടർ. എല്ലായിടത്തും ഫുഡുണ്ട്, പക്ഷേ വെള്ളമില്ല. ഹി ആസ്ക്ഡ് ഫോർ വാട്ടർ ബട്ട് ദ ട്രീ സെഡ്. അവൻ വെള്ളം ചോദിച്ചു, പക്ഷേ മരം പറഞ്ഞു, യു വാണ്ടഡ് ഓൺലി ഫുഡ് നോട്ട് വാട്ടർ. നിനക്ക് ഫുഡ് മാത്രം പോരെ, വെള്ളം വേണ്ടല്ലോ എന്ന് പറഞ്ഞു. യു വാണ്ടഡ് ഓൺലി ഫുഡ് നോട്ട് വാട്ടർ. നേരത്തെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉള്ളി ഫുഡെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യു വാണ്ടഡ് ഓൺലി ഫുഡ് നോട്ട് വാട്ടർ. നിനക്ക് ഫുഡ് മാത്രം മതിയല്ലോ, വെള്ളം വേണ്ടല്ലോ. സോ വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് വാട്ടർ? ഐ വിൽ ഹാവ് ഷർബത്ത്. സോ വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് വാട്ടർ? വെള്ളം ഇല്ല, പിന്നെ എന്താ ചെയ്യുക? ഐ വിൽ ഹാവ് ഷർബത്ത്, ഖീർ, ബദാം മിൽക്ക് ഫോർ മൈ തേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ദാഹത്തിന് എന്തെല്ലാം ഷർബത്ത് കഴിക്കാം, ഖീർ കഴിക്കാം, ആൻഡ് ബദാം മിൽക്ക് ഫോർ മൈ തേസ്റ്റ്. എൻ്റെ ആ ദാഹത്തിൽ എന്തെല്ലാം കഴിക്കാം? സർബത്ത് കഴിക്കാം, ഖീർ കഴിക്കാം, ബദാം മിൽക്ക് കഴിക്കാം. തോട്ട് മധു. മധു ആലോചിച്ചു. സൂൺ ഓൾ ദീസ് അപ്പിയർഡ് ഇൻ ജഗ്സ്. പെട്ടെന്ന് അതെല്ലാം വന്നു. മധു ഡ്രായിങ് ദം ഓൾ ബട്ട് ദ ഹിക്കപ്സ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്. അതെല്ലാം കുടിച്ചു, പക്ഷേ ഈ എക്കിള നിന്നില്ല. ദേ ബിക്കെയിം ലൗഡർ. എക്കിള് കൂടുതൽ ഉച്ചത്തിലായി. മനസ്സിലായില്ലേ? ദേ ബിക്കം ലൗഡർ. ആ എക്കിളങ്ങ് കൂടി. ഹി വാസ് നൗ ഡെസ്പറേറ്റ് ഫോർ വാട്ടർ. അവൻ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു. നിരാശയായി. ഹി ബിക്കം ഡെസ്പറേറ്റ് ഫോർ വാട്ടർ. വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഡെസ്പറേറ്റായി, നിരാശയായി.
ഹീ പ്രൈഡ് അറ്റ് ദ ട്രീ. അവൻ മരത്തോട് പ്രാർത്ഥിച്ചു. അവൻ മരത്തോട് ചോദിച്ചു, മേ ഓൾ ദിസ് ഫുഡ് ഡിസപ്പിയർ. ഇതെല്ലാം അങ്ങ് പോട്ടെ, ഈ ഫുഡെല്ലാം അങ്ങ് അപ്രത്യക്ഷമാകട്ടെ. ആൻഡ് ലെറ്റ് മീ ഹാവ് വാട്ടർ ഇൻസ്റ്റഡ്. പകരം എനിക്ക് വെള്ളം തന്നാലും. ആർ യു ഷുവർ? നിനക്ക് തീർച്ചയാണോ? ദ വോയിസ് ഓൺ ദ ട്രീ ആസ്റ്റ്. മരത്തിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടായി ഇങ്ങനെ. എന്താ ചോദിച്ചത്? ആർ യു ഷുവർ? നിനക്ക് തീർച്ചയാണോ? ദ വോയിസ് ഓൺ ദ ട്രീസ് ആസ്റ്റ്. മരത്തിലുള്ള ശബ്ദം അവനോട് ചോദിച്ചു. യേസ്, ഐ ആം ഷുവർ. ശരി, എനിക്ക് തീർച്ചയാണ്. നൗ ഐ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. ഇപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി. നോ അതർ ഡ്രിങ്ക് ക്യാൻ റീപ്ലേസ് വാട്ടർ. വെള്ളത്തിന് പകരം നിൽക്കാനേ ഓരോ ഡ്രിങ്ക്സും പറ്റില്ല. പ്ലീസ് ഗിവ് മീ ജസ്റ്റ് വാട്ടർ. ദയവായി എനിക്ക് വെള്ളം തന്നാലും എന്ന് പറഞ്ഞു. ദയവായി എനിക്ക് വെള്ളം തന്നാലും. ജസ്റ്റ് വാട്ടർ, വെള്ളം മാത്രം. എ ജഗ് ഓഫ് വാട്ടർ അപ്പിയേർഡ്. ഒരു ജഗ് വെള്ളം വന്നു. ഉണ്ടല്ലേ? എ ജഗ് ഓഫ് വാട്ടർ അപ്പിയേർഡ്. ഒരു ജഗ് വെള്ളം പ്രത്യക്ഷപ്പെട്ടു. തേസ്റ്റി, ദാഹിച്ചിട്ടെ. മധു ഡ്രാങ്ക് ആസ് ദോ ഹി ഹാഡ് നെവർ സീൻ വാട്ടർ. മധു ഡ്രാങ്ക്. മധു വെള്ളം കുടിച്ചു ഇല്ലേ? അവൻ കുടിച്ചു. ആസ് ദോ ഹി ഹാഡ് നെവർ സീൻ വാട്ടർ. വെള്ളം നേരത്തെ കണ്ടിട്ടില്ലാത്ത പോലെ ആർത്തിയോടെ കുടിച്ചു. ഹിസ് ഹിക്കപ്പ് സ്റ്റാർട്ട്. അവൻ്റെ ഹിക്കപ്പൊക്കെ നിന്നു. അവൻ്റെ എക്കിളൊക്കെ നിന്നു. ഹി വാസ് നോ ലോങ്ങർ തേസ്റ്റി. ഇപ്പോൾ അവന് ദാഹമേ ഇല്ല. സുധാമൂർത്തി. ഈ കഥ എഴുതിയതേ സുധാമൂർത്തിയാണ്. ന്യൂ വേർഡ്സ്. ഫോർ എവർ, എല്ലായ്പ്പോഴും. ഫോർ എവർ, എല്ലായ്പ്പോഴും. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് മീൻസ് പ്രത്യക്ഷപ്പെട്ടു. സേവറീസ്, വാസനയും രുചിയും ഒക്കെയുള്ള ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിനാണ് സേവറീസ് എന്ന് പറഞ്ഞത്. ഹിക്കപ്സ്. ഹിക്കപ്സ് എന്ന് പറഞ്ഞാൽ എക്കള്. ഡിസപ്പിയർ, അപ്രത്യക്ഷപ്പെട്ടു. കാഴ്ചയിൽ നിന്ന് മറഞ്ഞു എന്നർത്ഥം. ഇൻസ്റ്റഡ്, പകരം. റീപ്ലേസ്, പകരം വയ്ക്കുക. തേസ്റ്റി മീൻസ് ദാഹമുള്ള. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.